ഒക്കെ ഉണ്ടാവുള്ളൂ. കുട്ടികളുണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല, ഒന്നും ഉണ്ടായി നമ്മൾ സംഭവിച്ച സ്വത്തുകളടക്കം നമ്മളൊപ്പം വരാനുണ്ടാവില്ല. നാരായണ മാത്രമേ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നതിലേക്ക് നമുക്ക് ഒന്നിച്ച് പാടില്ല. ഒന്ന് പാടാം നമുക്ക്. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. തത്സമയത്തിലും കാണണം ഭക്തർക്ക് കോമളരൂപന്റെ ദിവ്യരൂപം, കോമളരൂപന്റെ ദിവ്യരൂപം. ആ മരണ സമയത്ത് കൂടി നമുക്ക് ആ ഭഗവാൻ ഗണേശന്റെ ഗുരുവായൂരപ്പന്റെ ആ രൂപം, ആ കോമളമായ രൂപം കണ്ടുകൊണ്ട് ആ നാമം ജപിച്ചുകൊണ്ട് ആ നാരായണ എന്ന ഉച്ചത്തിൽ ഒന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകം വിടുവാൻ പ്രാപ്തി ഉണ്ടാക്കി തരുന്ന ആ ഭഗവാനെ നമുക്ക് ഒന്നിച്ച് പാടിക്കൂടി. എന്തിനാണ് ആരും സംശയിക്കുന്നത്? ആ ഭഗവാനെ കൊണ്ടുകൊണ്ട് നമ്മളൊപ്പം എന്നുള്ളത് ആരും ആരുടെ ഒപ്പം ഉണ്ടാകില്ല. നമ്മൾ ഇറങ്ങിപ്പോവും, എല്ലാവരും പരിവരെ എന്ന് എത്തി നോക്കി മരുന്ന് വരും, ആരും ഒപ്പം ഉണ്ടാവില്ല. ഒപ്പം പോകുമ്പോൾ കഷ്ടം കൂടാതെ നമുക്ക് ഈ ലോകം വിട്ട് ഭഗവാൻ സന്നിധിയിൽ എത്തേണ്ടതാണ് എന്ന് നമ്മൾ കണക്കാക്കി ആ നാരായണ നാമം ജപിക്കുക. ഒപ്പമുണ്ടാകുന്നത് ഭഗവാൻ മാത്രമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മൾ വരുന്നത്, നമ്മൾ എത്തിയത് ഭഗവാനിൽ നിന്നാണ്, എത്തേണ്ടത് ഭഗവാനിലേക്കാണ്. ആ ഭഗവാനിലേക്ക് എത്തി നമ്മൾ ആ പാതാരവിന്ദത്തിൽ ജയിച്ചു ചേരുവാൻ നമ്മൾ എല്ലാവരും ദിവസവും പ്രാർത്ഥിക്കേണ്ടതാണ്. അതിന് സമയം നമ്മൾ കാണേണ്ടതാണ്. സമയം കാണുന്നില്ല, സമയമില്ല എന്ന് പറയുന്ന പല വ്യക്തികളും ഉണ്ടാവും. പക്ഷേ സമയം നമ്മളത് കാണണം. ഏത് സമയത്തും നാമജാപം ജയിക്കുന്നത് യാതൊരു തെറ്റും ഇല്ല എന്നുള്ളത് ഓരോ ഗ്രന്ഥ